അപ്പോൾ അടുത്ത ചാപ്റ്ററാണ് നമ്മൾ എടുക്കാൻ പോണത് പ്രോഗ്രാമിംഗ് ലോജിക് ആൻഡ് ഫ്ലോ ചാർട്ട് എന്ന് പറയും. പ്രോഗ്രാമിംഗ് ലോജിക് ആൻഡ് ഫ്ലോ ചാർട്ട് എന്താണ് പ്രോഗ്രാമിംഗ് എന്ന് വെച്ചാൽ, നമ്മൾ എന്തിനാണ് പ്രോഗ്രാമിംഗ് ചെയ്യണത്? DCAക്കാരുടെ അടുത്ത് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. നമ്മൾ എന്തിനാണ് പ്രോഗ്രാമിംഗ് ചെയ്യണത്? അല്ലെങ്കിൽ പൈത്തൺ, C++ പോലുള്ള ലാംഗ്വേജ് നമ്മൾ എന്തിനാണ് പഠിക്കുന്നത്? സോഫ്റ്റ്വെയറുകൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോഫ്റ്റ്വെയർ എന്ന് വെച്ചാൽ എന്താണ്? എ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ്. ഒരു സ്പെസിഫൈഡ് ടാസ്ക് ചെയ്യാനുള്ള സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഈ സോഫ്റ്റ്വെയറിൽ ഇൻസ്ട്രക്ഷൻ എഴുതുന്നത് ഏത് ലാംഗ്വേജിലാണ്? നമ്മൾ പഠിക്കുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വെച്ചിട്ടാണ്. അപ്പോൾ എന്താണ് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ, സെറ്റ് ഇൻസ്ട്രക്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന രീതിയിലുള്ള ഇൻസ്ട്രക്ഷൻസാണ് നമ്മൾ പ്രോഗ്രാം വഴി എഴുതി കൊടുക്കുന്നത്. അങ്ങനെ പ്രോഗ്രാം ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യുന്നത്? ഓരോ സോഫ്റ്റ്വെയർസ് ക്രിയേറ്റ് ചെയ്യുന്നു. നിങ്ങൾ MS ഓഫീസ് ചെയ്യുന്നു, അതൊരു സോഫ്റ്റ്വെയർ ആണ്. അതേ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വെച്ചിട്ട് ഉണ്ടാക്കിയതാണത്. ഇപ്പോൾ എക്സലിൻ്റെ കേസിൽ വിഷ്വൽ ബേസിക് എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് വെച്ചിട്ട് എഴുതിയ പ്രോഗ്രാമാണ് നിങ്ങളവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വെച്ചിട്ട് നമ്മൾ സോഫ്റ്റ്വെയർസാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഇപ്പോൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് എന്താ ചെയ്യണത്? അവർ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ലാംഗ്വേജ് സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ടാവും. അവർ ആ ലാംഗ്വേജ് വെച്ച് ഏതെങ്കിലും സോഫ്റ്റ്വെയറോ വെബ്സൈറ്റുകളൊക്കെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സോഫ്റ്റ്വെയർ നമ്മൾ ഉണ്ടാക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ എന്തൊക്കെയാണെന്നുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയേഴ്സ് നമ്മൾ നോക്കും. അതാണ് എന്ത്? അൽഗോരിതം എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു പ്രൊസീജിയർ ആണെങ്കിൽ അതിൻ്റെ സ്റ്റെപ്പ് ബൈ എന്തൊക്കെയാണ് ഓരോ സ്റ്റെപ്പിലും നടക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് അതിൻ്റെ ഇടയ്ക്കുണ്ട്, ഇതെല്ലാം നമ്മൾ ആദ്യം സ്റ്റഡി ചെയ്യും. അതിനാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ ടെക്നിക്കുകൾ. കുറേ ടെക്നിക്കുകളുണ്ട് നമുക്കിപ്പോൾ ഇവിടെ പഠിക്കാൻ പോണത് അൽഗോരിതവും ഫ്ലോ ചാർട്ടുമാണ്. ഏതൊരു പ്രൊസീജിയർ ആണെങ്കിലും ഇപ്പോൾ 2 നമ്പേഴ്സ് നമ്മൾ ആഡ് ചെയ്യുകയാണ്. 2 നമ്പേഴ്സ് യൂസറിൻ്റെ നിന്ന് വാങ്ങിച്ചിട്ട് നമുക്ക് ആഡ് ചെയ്യണം. അതിൽ എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ഉണ്ട്? ആദ്യം ആ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ എന്ത് വേണം? 2 ഇൻപുട്ട് കൊടുക്കണം. എയും ബിയും എന്ന് പറയുന്ന 2 ഇൻപുട്ട്. എന്നിട്ട് മൂന്നാമത് എന്ത് ചെയ്യണം? എയും ബിയും കൂട്ടിയിട്ട് സമ്മ് കണ്ടുപിടിക്കണം അല്ലേ? ആ സമ്മിന് യൂസറിന് കാണിച്ചു കൊടുക്കണം, പ്രിൻ്റ് ചെയ്യണം 4ാമത്തെ സ്റ്റെപ്പിൽ. എന്നിട്ട് ആ പ്രൊസീജിയർ അവിടെ സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ ഫൈനൈറ്റ് ആയിട്ടുള്ള സ്റ്റെപ്പുകളാണെല്ലാം അല്ലേ? ഇപ്പോൾ ഈ കാര്യങ്ങളിൽ മാത്രമല്ല, നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ നമുക്ക് അൽഗോരിതംസ് പറയാൻ പറ്റും അല്ലേ? നമ്മളിപ്പോൾ കോഫി ഉണ്ടാക്കുകയാണ്. കോഫി ഉണ്ടാക്കണേലും എന്താ? സ്പെസിഫിക് സെറ്റ് ഓഫ് വെൽ ഡിഫൈൻഡ് സെറ്റ് ഓഫ് ടാസ്കുകൾ അതിലുണ്ട് അല്ലേ? ആദ്യം എന്തെടുക്കണം? കോഫി ഉണ്ടാക്കണമെങ്കിൽ സോസ് പാൻ എടുക്കണം, വെള്ളം എടുക്കണം, സ്റ്റൗ ഓൺ ചെയ്യണം, വെള്ളം അതിൽ വെക്കണം, തിളക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം അല്ലേ? വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് വെള്ളം തിളക്കുമ്പോൾ നമ്മൾ കോഫി പൗഡറും ഷുഗറും ഇടും. എന്നിട്ട് നമ്മൾ കപ്പിലേക്ക് പകർത്തി ആ ഒരു സ്റ്റെപ്പ് എത്താൻ നേരത്തല്ലേ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്ത് ആ സ്റ്റെപ്പിലേക്ക് എത്തുമ്പോഴാണ് നമ്മളത് കംപ്ലീറ്റ് ആകുന്നത്. അതെല്ലാം ഫൈനൈറ്റ് ആയിട്ടുള്ള സ്റ്റെപ്പുകളാണ്. അപ്പോൾ നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ മാത്രമല്ല, നമ്മൾ പ്രോഗ്രാമിംഗ് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം ഈ ഒരു ഫൈനൈറ്റ് സ്റ്റെപ്പുകൾ ഉണ്ടായിരിക്കണം. എങ്കിലും മാത്രമേ ആ ഒരു സോഫ്റ്റ്വെയർ എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ രീതിയിൽ എത്തുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഉപയോഗം എന്താ? നമ്മൾ പകുതി ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് എന്തെങ്കിലും പ്രശ്നം വന്നത്. ഇപ്പം നമ്മളൊന്നും ചെയ്തില്ല. വെള്ളം തിളച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ കോഫി പൗഡർ അന്വേഷിച്ച് പോയത്. പക്ഷേ കോഫി പൗഡർ ഇല്ല. ആ പ്രൊസീജിയർ അവിടെ സ്റ്റോപ്പായി. അത് കംപ്ലീറ്റ് ആയോ? ഇല്ല. അപ്പം നമ്മളിത് അൽഗോരിതം ആദ്യം എഴുതി വയ്ക്കുമ്പോൾ അതെന്തോന്ന് ചെക്ക് ചെയ്യും. എന്നിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഒറിജിനലി ചെയ്യുന്നത് പിന്നെയാണ്. അൽഗോരിതം നമ്മൾ ആദ്യം എഴുതി വയ്ക്കും. മനസ്സിലായില്ലേ? അപ്പോൾ അതിനാണ് നമ്മൾ അൽഗോരിതംസ് യൂസ് ചെയ്യുന്നത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയേഴ്സാണ് അൽഗോരിതം എന്ന് പറയുന്നത്. ഈ അൽഗോരിതത്തിൻ്റെ പിക്ചോറിയൽ റെപ്രസെൻറ്റേഷനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ആൻ അൽഗോരിതം ആണ് ഫ്ലോ ചാർട്ട്. ഇപ്പോൾ 2 നമ്പർ ആഡ് ചെയ്യണതിൻ്റെ അൽഗോരിതം ഞാൻ എഴുതാം. എന്നിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്ലോ ചാർട്ട് നമുക്ക് വരച്ച് നോക്കാം. അതുപോലെ തന്നെ ഫ്ലോ ചാർട്ട് വരക്കാൻ നേരത്ത് സ്പെഷ്യൽ സെറ്റ് ഓഫ് ഷേപ്സ് ഉണ്ട് നമുക്ക് യൂസ് ചെയ്യുന്നത്. അതേതൊക്കെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ആദ്യം യൂസ് ചെയ്യുന്നതാണ് എക്ലിപ്സ് എന്ന് പറയുന്നത്. ഇതൊരു പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യാനും നമ്മൾ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. മേ ബി ഒരു പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യാനായിരിക്കാം, അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാനായിരിക്കാം. അതിന് ഏതാ യൂസ് ചെയ്യുന്നത്? എക്ലിപ്സ് ആണ് യൂസ് ചെയ്യുന്നത്.
നമുക്ക് ഇൻപുട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നതിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പാരലോഗ്രാം. ഇങ്ങനത്തെ പാരലോഗ്രാമാണ് നമ്മൾ ഇൻപുട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ടിന് യൂസ് ചെയ്യുന്നത്. എന്തെങ്കിലും കാൽക്കുലേഷൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് റെക്റ്റാങ്കിളാണ്. കാൽക്കുലേഷൻസ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതാ യൂസ് ചെയ്യുന്നത്? കാൽക്കുലേഷൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടേഷനൊക്കെ എന്താ യൂസ് ചെയ്യുന്നത്? റെക്റ്റാങ്കിൾസ് ആണ് യൂസ് ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കാനാണ് നമുക്ക്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഡയമണ്ട് എന്ന് പറയുന്നത്. ഡിസിഷൻ ബോക്സ് എന്ന് പറയല്ലേ, ഡയമണ്ട് ബോക്സ് എന്ന് പറയും നമ്മൾ. ഇതെന്തിനാണ്? എന്തെങ്കിലും ഇപ്പോൾ 18 വയസ്സിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് വോട്ട് ചെയ്യാം, അല്ലെങ്കിൽ കുറവാണെന്നുണ്ടെങ്കിൽ ഇല്ല. അപ്പോൾ അവിടെ ഒരു കണ്ടീഷനാണ് വരുന്നത്. അപ്പോൾ അങ്ങനത്തെ കണ്ടീഷനൊക്കെ വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നതാണിത്, ഡയമണ്ട് ബോക്സ് എന്നാണ് നമ്മൾ പറയുന്നത്. അടുത്താണ് കണക്ടർ എന്ന് പറഞ്ഞാൽ. കണക്ടർ ഒരു ചെറിയ റൗണ്ടാണ്. അതായത് ചിലപ്പോൾ ഈ പ്രൊസീജിയർ നമ്മൾ വരച്ച ഒരു പേജ് കൊണ്ട് തീരില്ല, ആൽഗോരിതം അപ്പുറത്തെ പേജിലുണ്ടാവും. അപ്പോൾ അതും കണക്റ്റഡ് ആണെന്ന് കാണിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? എൻഡ് ഓഫ് ദ പേജിൽ ആ പ്രൊസീജിയർ കഴിയുമ്പോൾ ഇവിടെ ഒരു ചെറിയ റൗണ്ട് ഇടും. അടുത്ത പേജിൽ സ്റ്റാർട്ട് ചെയ്യാൻ നേരത്തെ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യണേ? ഈ റൗണ്ടിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണത്. എന്നിട്ട് താഴത്തേക്ക് എന്താണെന്ന് വെച്ചാൽ അത് വരക്കും. അതിനെയാണ് കണക്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഡാറ്റ ഫ്ലോ കാണിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ പ്രോസസ്സിൻ്റെ ഫ്ലോ കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തുണ്ട്? ആരോസ് ഉണ്ട്. 4 ഡയറക്ഷൻസിലേക്കും നമുക്ക് ആരോസ് ഉണ്ട്. അപ്പോൾ ഇത്രയും ഷേപ്പുകൾ അല്ലെങ്കിൽ സിമ്പിൾസാണ് നമ്മൾ എന്തിന് യൂസ് ചെയ്യുന്നത്? ഫ്ലോ ചാർട്ട് വരക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു നമ്പർ ആഡ് ചെയ്യണതിൻ്റെ അൽഗോരിതവും അതിൻ്റെ കറസ്പോണ്ടിങ് ഫ്ലോ ചാർട്ടും എങ്ങനെയാണെന്ന് നമുക്ക് വരച്ച് നോക്കാം. അപ്പോൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ ഓരോ സ്റ്റെപ്പുകൾ പറഞ്ഞല്ലേ, കോഫി ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ 2 നമ്പർ ആഡ് ചെയ്യുന്നതിൻ്റെ സ്റ്റെപ്പുകളൊക്കെ പറഞ്ഞു. ഇതെല്ലാം ഫൈനൈറ്റ് ആയിട്ടുള്ള സ്റ്റെപ്പല്ലേ? അതിനൊരു സ്റ്റാർട്ടും ഉണ്ട്, ഒരു സ്റ്റോപ്പും ഉണ്ട് അല്ലേ? ഫൈനൈറ്റാണ്, നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റും. ഇൻഫൈനൈറ്റ് ആയിട്ട് പോകുന്നില്ല. അൽഗോരിതം എപ്പോഴും ഇങ്ങനെ ആയിരിക്കണം, ഫൈനൈറ്റ് ആയിരിക്കണം. ഫൈനൈറ്റ് ആയിട്ടുള്ള സ്റ്റെപ്പുകൾ വേണം ഉണ്ടാകാൻ. അതുപോലെ തന്നെ എന്താ, ഡെഫിനിറ്റ്നെസ് ഉണ്ടാവണം അതിന്. അൽഗോരിതം എന്ന് പറയുന്നത് പ്രിസൈസ്ലി ഡിഫൈൻഡ് ആയിരിക്കണം. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും ആയിരിക്കരുത് പറയേണ്ടത്. സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ പറയാം. അതായത് ടെക്നിക്കലി നോളജ് ഇല്ലാത്തൊരു പേഴ്സണും അത് വായിച്ചാൽ മനസ്സിലാകാൻ പറ്റുന്ന രീതിയിലായിരിക്കണം അൽഗോരിതം വേണ്ടത്. ഓക്കെ, അടുത്താണ് എഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത്. എഫക്റ്റീവ്നെസ് എന്നതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സിമ്പിളായിട്ടുള്ള മാത്തമാറ്റിക്കൽ ഫോംസ് മാത്രമേ എഴുതാൻ പാടുള്ളൂ. അതിൽ സിമ്പിൾ അരിത്തമെറ്റിക്, പ്ലസ്സോ മൈനസോ ഡിവിഷൻസോ അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ, അങ്ങനെ സിമ്പിളായിട്ടുള്ള മാത്തമാറ്റിക്കൽ ഫോംസ് മാത്രമേ അതിൽ എഴുതാൻ പാടുള്ളൂ. അല്ലാണ്ട് കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും, സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ അങ്ങനെ ജിയോമെട്രിയോ അല്ലെങ്കിൽ ഓൾജിബ്രയോ അല്ലെങ്കിൽ ഇൻറ്റഗ്രേഷനോ അല്ലെങ്കിൽ ഡിഫറൻസിയേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ എന്തിൽ കൊണ്ടുവരില്ല? ഫ്ലോ ചാർട്ടിൽ കൊണ്ടുവരില്ല. സിമ്പിളായിട്ടുള്ള മാത്തമാറ്റിക്സ് ആയിരിക്കും. അതുപോലെ തന്നെ എന്താണ്, ഒരു അൽഗോരിതത്തിന് എന്തുണ്ടാവും? നമ്മൾ ഇൻപുട്ടും ഉണ്ടാവും, അതുപോലെ തന്നെ അൽഗോരിതം ഒരു ഔട്ട്പുട്ടും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും. ഇൻപുട്ടും ഔട്ട്പുട്ടും ഉണ്ടാവും. സ്റ്റാർട്ട് ഉണ്ടാവും, ഫൈനൈറ്റ് ആയിരിക്കും. ഒരു സ്റ്റാർട്ടും ഒരു എൻഡും ഉണ്ടാവും, സ്റ്റോപ്പും ഉണ്ടാവും, ഇൻപുട്ട് ഉണ്ടാവും, ഔട്ട്പുട്ട് ഉണ്ടാവും. അതുപോലെ തന്നെ സിമ്പിൾ മാത്തമാറ്റിക്സ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. പ്രിസൈസ്ലി ഡിഫൈൻഡ് ആയിരിക്കണം. കറക്റ്റായിട്ട് മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഡിഫൈൻഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ വരുന്നത്.